19 ദേശീയ വായനാ ദിനം ഒരു മനുഷ്യ ജീവിതത്തിൽ പുസ്തകങ്ങൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് പ്രമുഖരായ പല വ്യക്തികളും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഹിറ്റ്ലർ പറഞ്ഞ സത്യങ്ങളാണ്. ഇത് എഴുതിയിരിക്കുന്നത് ടി.എ. മാത്യൂസ് ആണ്. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ചാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കാൻ പോകുന്ന ലൈബ്രറിയനായ ശ്രീമതി ബീന സുന്ദരനും അതോടൊപ്പം തന്നെ കൃഷിക്കാരനും ബിസിനസ്സുകാരനുമായ മനോജ് ചേട്ടനാണ്. അപ്പോൾ ഇടപ്പറമ്പിൽ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. എന്തുകൊണ്ടാണ് വായനാശീലം വേണമെന്ന് പറയാനുള്ള കാരണം? വായനാശീലം വേണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ വായിക്കുക എന്നുള്ളത് എപ്പോഴും മനുഷ്യൻ ജനിച്ച കാലം തുടങ്ങിയ ആളുകൾ വായിക്കുക എന്നുള്ള ഒരു ഇത് വായന അറിവാണല്ലോ. അപ്പോൾ ആ അറിവ് സമ്പാദിക്കുക. ഇന്നിപ്പോൾ അറിവ് നേടാനായിട്ട് പലതരം മാർഗങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലാണെങ്കിൽ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ, നെറ്റ്, എല്ലാത്തിനും. പക്ഷെ വായിക്കുമ്പോൾ വായനയുടെ ആ ഒരു നമ്മൾ വായിക്കുന്നതിൻ്റെ ഒരു ചിത്രം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ആ വായനയിലൂടെ നമ്മൾ വേറൊരു ലോകത്തെ കാണുന്നുണ്ട്. ആ വായിക്കുന്നതിൻ്റെ കുറേ എഴുത്തുകാരൻ എഴുതിയ എല്ലാവരും നമ്മുടെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ വായന എല്ലാ കാലത്തും ഇപ്പോൾ കുറേ പുതിയ കാലഘട്ടത്തിൽ വായനയുടെ രൂപം മാറിയിട്ടുണ്ടെങ്കിൽ പോലും വായന ഇന്ന് എല്ലാ സ്ഥലത്തും ആളുകൾക്ക് വായിക്കുന്നവരെല്ലാവരും ഇന്ന് വായിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ജൂൺ 19 വായനാ ദിനമാണല്ലോ. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. നമ്മൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട കുറച്ച് ബുക്കുകളുടെ പേര് പറയാം. ഉറപ്പായും വായിച്ചിരിക്കേണ്ട കുറച്ച് പുസ്തകങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഉറപ്പായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ള പുസ്തകം. വളരെ ചെറിയ പുസ്തകമാണ്, ഉറപ്പായും വായിക്കേണ്ട പുസ്തകമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ സമയത്തൊക്കെ ആണെങ്കിൽ ബെന്യാമിൻ്റെ ആടുജീവിതം നന്നായി വായിക്കേണ്ട പുസ്തകമാണ്. കാരണം ഒരു പ്രവാസ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും അതിനകത്ത് ആ പുസ്തകം പേറുന്നുണ്ട്. അതിന് സിനിമയൊക്കെ ഒന്നൊക്കെ അറിയില്ല. പിന്നെ സഞ്ചാര സാഹിത്യത്തിൽ ആണെങ്കിൽ എസ്.കെ. പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണങ്ങൾ ഉറപ്പായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. നമ്മൾ അറിയാത്ത കുറേ രാജ്യങ്ങളെ പറ്റി ഇന്നിപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ ചാനലിലേക്ക് കൂടി പറയുമ്പോഴും അന്ന് ആ പുസ്തകങ്ങൾ നമുക്ക് തന്നൊരു വലിയൊരു അനുഭവമുണ്ട്. വലിയ അനുഭവമായിരുന്നു അത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ യൂറോപ്പിനെയും മറ്റ് രാജ്യങ്ങളെയൊക്കെ അതിലൂടെ കാണുന്നുണ്ട്. അത് ഉറപ്പായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ചെറുകാടിൻ്റെ പുസ്തകം ജീവിതപാത ഒരു ആത്മകഥയാണ്, ഉറപ്പായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളാണ്. അങ്ങനെ പുസ്തകങ്ങൾ എണ്ണം പറയുകയാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെ കഥകൾ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാധവിക്കുട്ടിയുടെ ഉണ്ട്. അതല്ലാതെ നമ്മുടെ അമ്മ, മാക്സിം ഗോർക്കിയുടെ അമ്മ, ഉറപ്പായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ. അത്തരത്തിൽ പുസ്തകങ്ങൾ എപ്പോഴും നമ്മുടെ എന്താ പറയുക, അറിവിൻ്റെ ചക്രവാളങ്ങളെ വികസിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പി.എൻ. പണിക്കരുടെ ജന്മദിനത്തിനാണ് ഈ വായനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്, ജൂൺ 19. അപ്പോൾ ആ വായനാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത തന്നെയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിലും വളയും. അപ്പോൾ വളയുന്നതിനേക്കാൾ കൂടുതൽ വിളയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വായനാ ദിനം. ഇപ്പം നമ്മുടെ പുതിയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകം ക്ലാസിക് പുസ്തകമാണത്. അത് 1988 അതിൻ്റെ ആദ്യത്തെ പ്രസിദ്ധീകരണം നടന്നത്. 65 അതിൻ്റെ പ്രത്യേകത 65 ദശലക്ഷം കോപ്പികൾ വിതരണം ചെയ്തിട്ടുണ്ട്. സാന്റിയാഗോ എന്ന് പറഞ്ഞ ഒരു ഇടയ ബാലൻ്റെ കഥയാണ് അതിൽ പ്രതിപാദിക്കുന്നത്. പിന്നെയുള്ള പുസ്തകം എന്ന് വെച്ചാൽ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ പുസ്തകം, O.V. വിജയൻ്റെ പുസ്തകം. തസ്രാക്ക് എന്ന ഒരു സ്ഥലത്തെ ഗ്രാമത്തിലെ രവി എന്ന കഥാപാത്രത്തെ ഉൾപ്പെടുത്തിയിട്ടാണ് അത് തുടങ്ങുന്നത്. പിന്നത്തെ അടുത്ത പുസ്തകം എന്ന് പറഞ്ഞാൽ M.D. വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം. അത് നമുക്ക് ഇപ്പോൾ ഈ മഹാഭാരത കഥയിൽ ഭീമസേനനെ പ്രതിപാദിച്ച്
തുടങ്ങി ഭീമസേനൻ്റെ കഥയാണ് അതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അതും നല്ലൊരു ബുക്കാണ്, വായിക്കാൻ പറ്റുക. അതും പുതിയ എഡിഷനാണ്. MD വാസുദേവൻ നാലുകെട്ട് അപ്പുണ്ണി എന്നുള്ള ഒരു കഥാപാത്രം. ശരിക്കും അത് പഴയ ഒരു തലമുറയിൽ അനുഭവിച്ച കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാൾ നമുക്ക് തെളിവുണ്ട്. ഒരുപാട് ബുക്കിന്റെ കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഇപ്പൊ എം സുകുമാരൻ്റെ കഥകളാണിത്. ചെറിയ പുസ്തകമാണ്, പക്ഷെ വായിക്കപ്പെടേണ്ട പുസ്തകമാണ്. അതുപോലെ MD രണ്ടാം ഊഴം, അതുപോലെ തകഴിയുടെ തിരഞ്ഞെടുത്ത കഥകൾ, ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന വീണ്ടും വീണ്ടും വായിക്കുന്ന കുറെ പുസ്തകങ്ങളാണ്. പിന്നെ വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം, ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ എത്രയോ മുമ്പ് ഇറങ്ങിയതാ, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പുസ്തകങ്ങൾ. അത് ജീവിതപാത ചെറുകാടിന്റെ, ഇതെല്ലാം വായിക്കേണ്ട പുസ്തകങ്ങളാണ്. പിന്നെ വേറെ കുറെ പുസ്തകങ്ങൾ കൂടി എൻ്റെ കയ്യിലുണ്ട്. ഒരുപാടല്ല, കുറച്ചുണ്ട്. ഇതൊക്കെ ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് വാങ്ങി. അത് തന്നെയല്ല, അത് ഇടക്കിടക്ക് എടുത്ത് ചില റെഫറൻസുകൾക്കൊക്കെ എടുത്ത് ചിലപ്പോൾ നോക്കും. ചില പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒക്കെ പരിശോധിക്കും. പഠനം നടത്തുന്നവർ മാത്രം വായിക്കേണ്ടതാണോ പുസ്തകങ്ങൾ? തീർച്ചയായിട്ടും അല്ല. പഠനം നടത്തുന്നവർ മാത്രമല്ല. പഠനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു തലമാണല്ലോ. നമ്മളൊരു സാധനം പഠിക്കുക. നമ്മൾ എപ്പോഴും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരറിവും ചെറുതല്ല. എല്ലാ അറിവുള്ളവർക്ക് യാതൊരു പങ്കുമില്ല. അറിവുള്ളവർക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ അക്കാദമിക്കായിട്ട് പഠിക്കുന്നതിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ള നമ്മൾക്ക് അറിവ് ഏത് തലത്തിൽ നിന്ന് നേടുന്നതിനായിട്ടും പുസ്തകങ്ങൾ നമ്മൾ എന്നും ഉപയോഗിക്കും. പുസ്തകങ്ങൾ എപ്പോഴും നമ്മുടെ ഇങ്ങനെ അട്ടിയിട്ടിരിക്കുന്ന വളരെ അറിവുകളുടെ ഒരു സമാഹാരമാണല്ലോ എല്ലാ സ്ഥലത്തും. ഇപ്പം നമ്മുടെ ഇവിടെ AKG വായനശാലയൊക്കെ ഇല്ലേ, അവിടെയൊക്കെ എത്രയോ കണക്കിന് എത്രയോ എഴുത്തുകാരെഴുതിയ പുസ്തകങ്ങളാണ് ഇരിക്കുന്നത്. ഇന്നത്തെ തലമുറയെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വായനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഏത് പുസ്തകം വായിച്ചാലും ഇപ്പോൾ സാഹിത്യം, ബാലസാഹിത്യമുണ്ട്, നോവലുണ്ട്, മറ്റേ ആത്മകഥയുണ്ട്. കുട്ടികൾക്ക് മനസ്സിലാവണ്ട എങ്കിൽ പോലും അത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വായിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക. പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിച്ച കാലമുണ്ട്. ഇന്നിപ്പോൾ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ബുക്കൊക്കെ ആയിട്ടൊക്കെ വായിക്കുന്നുണ്ട് ആളുകൾ. എന്നാലും വായന നടക്കുന്നുണ്ട്. അപ്പോൾ അക്കാദമിക്കായിട്ട് പഠിക്കുക എന്നുള്ളതല്ല, എപ്പോഴും പുസ്തകങ്ങൾ, ഏതുതരം പുസ്തകങ്ങളും തേടി പിടിച്ച് വായിക്കുക, അതിൽ നിന്ന് നല്ലതിനെ ഉൾക്കൊള്ളുക, അല്ലാത്തിനെ തള്ളുക എന്നുള്ളതാണ്. വായനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ദേശത്തെ AKG സ്മാരക ഗ്രന്ഥശാലയിൽ ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീടുകളിൽ പുസ്തകങ്ങൾ എത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രായമായ ആളുകളൊക്കെ, ഇപ്പോൾ വായനശാലയിൽ വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി തുടങ്ങിയത്. അപ്പോൾ അവർ വീടുകളിൽ ബുക്ക് കൊണ്ടുപോയി എത്തിക്കും, തിരിച്ച് ഇതുപോലെ തന്നെ വാങ്ങിക്കും, ആഴ്ചകൾ തോറും അങ്ങനെ കൊടുക്കും. അപ്പോൾ ഈ കാല് വയ്യാത്തവരും അല്ലെങ്കിൽ വേറെ സുഖമില്ലാത്തവരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ വളരെ ഉപകാരമാണ്. അത് നല്ല രീതിയിൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കൂടുതലും വായനയ്ക്കാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളും ഇവിടെ വന്ന് കുറേ പേര്, മോട്ടിവേഷൻ ക്ലാസ്സും എല്ലാം വന്ന് കുറേ പേര് എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു.